അപ്പോൾ ഞാൻ എങ്ങനെ 30 to 2030 എത്തിച്ചെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന വീഡിയോ കൂടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്ത് നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ യൂട്യൂബ് ചാനൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു പുതിയ തുടക്കക്കാരാണെന്ന് വയ്ക്കുക, നിങ്ങളൊരു പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടാനുള്ള ഓപ്ഷൻ വളരെ കുറവായിരിക്കും, കാരണം നിങ്ങളൊരു ബിഗിനർ ആയതുകൊണ്ട് ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഇല്ലെന്നും വരാം. അപ്പോൾ നമുക്കതെങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും, എങ്ങനെ നമുക്കത് മറികടന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാൻ ഈ വീഡിയോ കൂടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളിപ്പോൾ തന്നെ തുടക്കക്കാരൻ തന്നെ ആയിരുന്നു, കാരണം ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആകെപ്പാടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സും അതുപോലെ എൻ്റെ റിലേറ്റീവ്സും പിന്നെ എൻ്റെ ഫ്രണ്ട്സും മാത്രമായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏകദേശം 30 സബ്സ്ക്രൈബേഴ്സ് അടുപ്പിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ ഞാൻ മാറ്റി. ഇപ്പം നിലവിൽ എൻ്റെ ചാനൽ നോക്കി അറിയാൻ പറ്റും 2000+ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനലുണ്ട്. ഏകദേശം നിയർലി 2030 സബ്സ്ക്രൈബേഴ്സ് അടുപ്പിച്ചുണ്ട്. അപ്പം ഞാൻ എങ്ങനെ 30 to 2030 എത്തിച്ചെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന വീഡിയോ കൂടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. കാരണം എനിക്ക് പറ്റിയ മണ്ടത്തരം നിങ്ങൾക്കും പറ്റാൻ പാടില്ല. കുറച്ച് മണ്ടത്തരങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾ റെപ്പറ്റേറ്റീവായിട്ട് ചെയ്യാതിരിക്കാനായിട്ടാണ് ഈ വീഡിയോ കൂടി ഇടുന്നത്. നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും ഈ ഒരു വീഡിയോ. ഞാനിപ്പോൾ ഫസ്റ്റ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ എന്തിനാണ്, നമുക്ക് കുറച്ച് പൈസ ഏൺ ചെയ്യാനാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ച് റിസർച്ചൊക്കെ നടത്തി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും വേണം, 4000 വാച്ച് അവേഴ്സും വേണം. അപ്പോൾ ഈ 4000 വാച്ച് അവേഴ്സ് എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ്ങർ വീഡിയോസ് മാത്രമേ 4000 വാച്ച് അവേഴ്സ് കിട്ടത്തുള്ളൂ. അപ്പം ഈ ലോങ്ങർ വീഡിയോ ചെയ്യുന്നതിൽ പോലും നമുക്ക് എളുപ്പം എനിക്ക് ഈ പറയുന്ന മണി ഏൺ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് ഞാൻ പെട്ടെന്ന് ചാനൽ തുടങ്ങി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ലോങ്ങർ വീഡിയോ ആണ് ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കാരണം എൻ്റെ മൈൻഡ് സെറ്റിൽ ലോങ്ങർ വീഡിയോസിൽ മാത്രമേ ഈ 4000 വാച്ച് അവേഴ്സ് കിട്ടത്തുള്ളൂ. അത് ഒരുവിധം ഫാക്റ്റ് തന്നെയാണ്, ലോങ്ങർ വീഡിയോസിനാണ് വാച്ച് അവർ കിട്ടുന്നത്. പക്ഷേ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ലോങ്ങർ വീഡിയോ ഇട്ടിട്ട് എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക, അത് മാത്രമേ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് മനസ്സിലായത്, കാരണം ഞാൻ ലോങ്ങർ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. കാരണം അതിന് വ്യൂസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏകദേശം ലോങ്ങർ വീഡിയോ ഞാൻ 8 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റുള്ള വീഡിയോ വരെ ഇട്ടിട്ടുണ്ട്. അപ്പം വീഡിയോ ഇടും, ഞാൻ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നോക്കും വ്യൂസ് വല്ലതും പോയിട്ടുണ്ട്, പിന്നെ ഇടും, പിന്നെയും നോക്കും വ്യൂസ് വല്ലതും പോയിട്ടുണ്ട്, ചിലപ്പം പിറ്റേ ദിവസം നോക്കും വ്യൂസ് പോയിട്ടുണ്ടാകും. പിന്നെ മനസ്സിലായി വ്യൂസ് ഒന്നും പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല. കാരണം ആരും മണ്ടത്തരം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കാര്യം ഇല്ലാതെ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. ഫസ്റ്റ് പ്രൈമറി തിങ്, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വേണം. സബ്സ്ക്രൈബേഴ്സ് ഒരുവിധം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായെന്നാൽ മാത്രമേ നമുക്ക് ലോങ്ങർ വീഡിയോ ഇട്ടിട്ട് അത് കുറച്ചുകൂടി അടുത്ത നമ്മുടെ സബ്സ്ക്രൈബർ അല്ലാത്തവർക്കും റെക്കമെൻഡ് ആകത്തുള്ളൂ. കാരണം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആ വീഡിയോ കാണും തോറും നമുക്ക് ഈ യൂട്യൂബ് ഓട്ടോ റെക്കമെൻഡ് ആക്കി നമ്മൾ വീഡിയോ വേറെ ചില ആൾക്കാർക്ക് പുതിയ ആൾക്കാർക്ക് കാണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമുക്ക് വർക്കാവുന്നത്. അപ്പോൾ സബ്സ്ക്രൈബർ ഒന്നും ഇല്ലാതെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് വലിയ കാര്യമില്ല, ലോങ്ങർ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ പിന്നെയാണ് മനസ്സിലാക്കിയത്, കാരണം സബ്സ്ക്രൈബ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇത് പോകുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് സബ്സ്ക്രൈബർ ഉണ്ടാക്കിയെടുക്കാം, അതിന് പറ്റിയ ടൂളാണ് ഷോർട്സ്. നമുക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ് പോലത്തെ ടൂൾസാണ് യൂട്യൂബിൻ്റെ ഷോർട്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഖം ഫസ്റ്റ് സുപരിചിതമായി കൊടുക്കണം അടുത്തവർക്ക്. കാരണം നമ്മൾ ആരാണെന്നുള്ളത് നമ്മളെ മുഖം കുറച്ചുകൂടി സുപരിചിതമായിട്ടുള്ള ഹെൽപ്ഫുൾ ടൂളാണ് ഷോർട്സ്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഷോർട്സ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഫസ്റ്റ് ഒരു 1 വീക്കൊക്കെ ഷോർട്സ് പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് വലിയതായിട്ട് ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് ആരും വന്നിട്ടില്ല, പക്ഷേ വ്യൂസ് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു കോൺഫിഡൻസ് വന്നു. കാരണം നമുക്ക് ലോങ്ങർ വീഡിയോസിൽ പോകാത്ത വ്യൂസ് ഷോർട്ട് വീഡിയോസിൽ പോകുന്നുണ്ടായിരുന്നു. ഏകദേശം 1000-2000 വ്യൂസൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പ്രചോദനമായി അതുകൊണ്ട് ഞാൻ റെഗുലറായിട്ട് ഞാൻ ഷോർട്സ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പോസ്റ്റ് ചെയ്ത് ഏകദേശം 2 വീക്സൊക്കെ ആയപ്പോഴത്തേക്കും സബ്സ്ക്രൈബർ ലിസ്റ്റ് ചെറിയൊരു അനക്കം വന്നു തുടങ്ങി. പിന്നെ ഞാൻ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്തു. ഞാൻ കാലത്ത് മാത്രം ഫസ്റ്റ് ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അറ്റ് എ ടൈം 2-3 ഷോർട്സ് ഒരു ദിവസം പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഒരു പോസ്റ്റ് മാത്രം നേരത്തെ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. അത് മറ്റ് 2-3 വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഷോർട്സിൽ. അപ്പം ഒരുവിധം നല്ലൊരു ബെറ്റർ റെസ്പോൺസ് കിട്ടി തുടങ്ങി. അങ്ങനെ ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഏകദേശം 2000+ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഞാൻ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയ യൂട്യൂബറൊന്നും അല്ല. ഞാനിപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ജസ്റ്റ് ഗ്രോ ചെയ്തുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഗ്രോ ചെയ്യുന്ന പോലെ എൻ്റെ കൂടെ ഉള്ള ബാക്കി സഹോദരന്മാരും സഹോദരിമാരും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും മൈൻഡ് സെറ്റും കുറച്ച് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കണമെന്നാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവട്ടെ എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളൊരു പുതിയൊരു യൂട്യൂബർ ആണെങ്കിൽ, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് തുടങ്ങിയ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഷോർട്സ് ഫസ്റ്റ് ഫോക്കസ് ചെയ്യൂ. കാരണം ഷോർട്സ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഷോർട്സ് പോസ്റ്റ് ചെയ്യുന്നത് മൂലം നിങ്ങളെ ഫേസ് മറ്റുള്ളവർക്ക് സുപരിചിതമാകും. കാരണം അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സബ്സ്ക്രൈബർ കിട്ടത്തുള്ളൂ. കാരണം ഫസ്റ്റ് നിങ്ങൾ വീഡിയോ ഇപ്പം നോക്കിയിട്ട് ഉടനടി തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല, ചിലപ്പോൾ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെയും ഞാൻ നെക്സ്റ്റ് ഈ പറഞ്ഞ ഷോർട്സ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴായിരിക്കും പിന്നെ നിങ്ങൾ വീഡിയോ ഓട്ടോ റെക്കമെൻഡായി വരുന്നത്. പിന്നെ ഞാൻ നോക്കും, പിന്നെയും ചിലപ്പം ഞാൻ സ്കിപ്പ് ചെയ്ത് വിടും. പിന്നെയും വരുമ്പോഴത്തേക്കും പയ്യൻ കൊള്ളാമല്ലോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവൻ കാണിക്കുന്നത് എന്താണ്, കോമഡിയാണ്, എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെയാണ് എല്ലാവരും മൈൻഡ് സെറ്റും. ചിലർ സ്പോട്ട് സബ്സ്ക്രൈബ് ചെയ്യും, ചിലർ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം നമ്മളെ മെയിൻ മോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബർ നമ്മൾ കൂട്ടിയെടുക്കുക. നമ്മളെ ചാനലിലോട് സബ്സ്ക്രൈബർ കൂട്ടിയെടുക്കുക. സബ്സ്ക്രൈബർ ഒരു ഇതായതിനു ശേഷം നിങ്ങൾ ലോങ്ങർ വീഡിയോ പോസ്റ്റ് ചെയ്യുക.